പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്ന് വന്നതോടുകൂടി ഇപ്പോഴും പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് അത് എത്തിയിരിക്കുകയാണ്. തീർച്ചയായും സമൂഹത്തിൻ്റെ പരിച്ഛേദം പോലെ പുരുഷ മേധാവിത്വ സമൂഹമാണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഫ്യൂഡൽ ജീർണത അവസാനിക്കാതെ ജനാധിപത്യപരമായ സംവിധാനത്തിലേക്ക് പോലും പൂർണ്ണമായി എത്തിച്ചേരാത്ത ഒരു സമൂഹം. ആ സമൂഹത്തിൻ്റെ ജീർണത മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും തുല്യത ഈ രാജ്യം, പ്രത്യേകിച്ച് കേരളം, ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. ആ തുല്യതയ്ക്കു വേണ്ടിയുള്ള പോരാട്ടം സ്ത്രീകൾ മാത്രമല്ല, ഈ ജനാധിപത്യ സമൂഹം ഒന്നടങ്കം ഒറ്റക്കെട്ടായി പൊരുതി നേടേണ്ടുന്ന ഒന്നാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് വളരെയേറെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് ഏത് പരിഷ്കൃത സമൂഹത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഗവൺമെൻറ്റും ആ രീതിയിലുള്ള ഫലപ്രദമായ ഇടപെടലിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പൂർണ്ണമായ പിന്തുണ ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ICCയിൽ മറ്റ് കംപ്ലൈന്റ് പറയുന്നത് വരെ പലപ്പോഴും പലർക്കും പേടിയായിരുന്നു ഈ കമ്മിറ്റിയിൽ പറയുന്നത്. സർക്കാർ അല്ല, സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ് സ്ത്രീവിരുദ്ധ സമൂഹമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു കൃത്യതയോടുകൂടി പറഞ്ഞാൽ അതിൻ്റെ മുഖമുദ്ര സ്ത്രീവിരുദ്ധതയാണ്, പുരുഷ മേധാവിത്വപരമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ തീർച്ചയായും പടിപടിയായി ജനാധിപത്യവൽക്കരണത്തിലേക്കുള്ള നീക്കം ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ആര് വിചാരിച്ചാലും അത് തടഞ്ഞു വെക്കാൻ സാധിക്കുന്നതല്ല. സർക്കാരിന് ഒരു സംശയമില്ല. സർക്കാർ ജനങ്ങളുടെ ഒപ്പമാണ്. അതുപോലെ തന്നെ ഈ തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണ്, അതുപോലെ സ്ത്രീ സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ പ്രവർത്തിക്കുക. അതിൻ്റെ എല്ലാ പ്രഖ്യാപിത നിലപാടുകളും അങ്ങനെയാണ്.